ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകും. ചിന്തയിലേക്ക് ചിന്ത വീണ്ടും പഴയപടി തന്നെ ആയിരിക്കുമോ? കൊല്ലം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ രൂപീകൃതമായ സമയം മുതൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്, ഒരു നഗരസഭയാണ്. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും തിരിച്ചു നൽകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സോറി. ദൃശ്യമായി നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിശപ്പ് രഹിത നഗരമായി 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതി മുതൽ ഹൈടെക് ആക്കിയ അംഗനവാടികൾ മുതൽ നമ്മുടെ കോർപ്പറേഷൻ തന്നെ സ്വന്തമായി IT പാർക്ക് തുടങ്ങുകയും സ്കിൽടെക് ദീപങ്ങൾ പോലെയുള്ള പദ്ധതികൾ ചെറുപ്പത്തിന് നൽകുകയും തൊഴിൽ മേള സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ ചെറുപ്പത്തിന് കൊടുക്കുകയും. ശരി, പ്രദീപ് കുമാർ കാലഘട്ടമാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം ലഭിച്ചത്. പക്ഷേ ഈ 3 ദശകങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അഴിമതി, സ്വജനപക്ഷാപാതം, അതേപോലെ തന്നെ ധൂർത്ത്, ഈ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നവീകരണത്തിൽ 1,97,00,000 രൂപയുടെ കരാർ ടെൻഡർ വിളിക്കാതെ ഒരു കമ്പനിക്ക് നൽകി എന്നുള്ള വളരെ വലിയ ഒരു ഗുരുതരമായ അഴിമതി. ഈ ടെൻഡർ ഇല്ലാതെ ഇപ്പോൾ ഒരു പദ്ധതി മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആക്ഷേപങ്ങൾ നഗരസഭയ്ക്കെതിരെ ഉണ്ടോ? ശുദ്ധഹൃദയനായ എന്റെ പരിശുദ്ധിയെ സംശയിക്കുന്ന പറഞ്ഞാൽ മൈ ഗോഡ്, അങ്ങനെ യാതൊരു ആക്ഷേപവും കൊല്ലം നഗരസഭയെ സംബന്ധിച്ചില്ല. സംസാരിക്കുന്ന രേഖ നിങ്ങൾ അത് വായിച്ചു നോക്കൂ. ഞാൻ അതിന് മറുപടി പറയാം. വായിച്ചു നോക്കൂ. ഞാൻ ഉന്നയിക്കുന്നത് വസ്തുതാപരമായ രേഖ വെച്ചിട്ടുള്ള കാര്യമാണ്. പാലക്കാട് തൊട്ട് തുടങ്ങിയ തന്ത്രമാണ്. പാലക്കാട് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇറങ്ങി വന്ന് ചൗക്കുറ്റി കടിക്കുകയാണ്. പാലക്കാട് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഇറങ്ങി വന്ന് ചൗക്കുറ്റി കടിക്കുക ചെയ്യുന്നത്, തള്ളുക ചെയ്യുന്നത്. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. തള്ളുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു തന്ത്രം BJPയുടെ കായികമായി ആക്രമിക്കാവുന്ന തന്ത്ര കയ്യിലിരിക്കുക. ടൗൺ ഹാള് വളരെ മനോഹരമായ വിധത്തിൽ ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുകയാണ്, നിങ്ങൾക്കത് നിയമപരമായി നേരിടാം. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. മുമ്പ് 2 കൈയും നല്ല ലെക്സോ അതുപോലെ പിയേഴ്സോ അങ്ങനെയുള്ള എന്തോ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നു എന്നുള്ള വാച്യാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ അതിനെടുത്താൽ മതി. എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയമുള്ള കാര്യമല്ല. അഴിമതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയമുള്ള കാര്യമല്ല. പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മാലിന്യ സംസ്കരണവുമായി ലോകത്തിന് മുമ്പിൽ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഇവിടെ കൊല്ലത്തെ ഇടപെടൽ നടത്തുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങളുടെ പദ്ധതി ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി കുരീപ്പുഴ ചണ്ടി ഡിപ്പോ വൃത്തിയാക്കി അതിനകത്ത് പാർക്ക് വെച്ച് അതിനകത്ത് ഇനി ഒരു AC ഹോട്ടലിലൂടെ കൊണ്ടുവരാമെന്ന് പറയും. നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഇതാണോ നിങ്ങൾ പറയുന്ന പദ്ധതി എന്തുവാ? ഞങ്ങൾ ഇവിടെ കൊല്ലം നഗരത്തിൽ ഞങ്ങളുടെ പദ്ധതി താങ്കൾ തീരുമാനിച്ചിങ്ങോട്ട് തരണ്ടല്ലോ. അപ്പൊ മാനേഴ്സ് മാത്രമല്ല വിദ്യാഭ്യാസവും ഇല്ല. കൊല്ലം കോർപ്പറേഷൻ ഇങ്ങനെ ഒരു സൃഷ്ടി ലൈനല്ലാതെ തുരുമ്പെടുത്ത ലൈനല്ലാതെ ഇതിനു വേണ്ടി എന്താ പദ്ധതി? ഈ പാവം പിടിച്ച മനുഷ്യർ, ഒരു തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പാർക്ക് വന്നിട്ടുണ്ട്. അതിനകത്തങ്ങാണ് പോയി ഇരുന്നാൽ ദൈവമേ വല്ലാത്ത അവസ്ഥയാണ്. ഇനി വേറെ സാധനമുണ്ട്, സ്ത്രീ സൗഹാർദ്ദ പാർക്ക്. ഏതെങ്കിലും സ്ത്രീകൾ കൊല്ലത്തെന്ന് പറഞ്ഞ എന്നാൽ പിന്നെ സ്ത്രീ സൗഹാർദ്ദ പാർക്ക് എന്ന് പറഞ്ഞ് സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാണല്ലോ, അവിടുന്ന് മാനാഭിമാനത്തോടെ രക്ഷോട്ട് വരാൻ പറ്റത്തില്ല. എങ്ങനെ ദൂർത്തടിക്കണം അതിലുള്ള പാർക്ക്. ഇനി കൊല്ലത്ത് വേറെ പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക്, അതറിയാമോ?
കൊല്ലത്ത് മാത്രമാണ് ഒരു സവിശേഷമായ പ്രത്യേകത ഉള്ളത്. ഒരു പാലം വന്ന് ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവിടെ ഓലേക്കടവിൽ ഒരു എങ്ങോട്ട് പോകണം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ കൊച്ചുകളെ വിളിച്ചെത്തിയിട്ട് ഇവിടെ ചിത്രകലാമത്സരം നടത്താം, അല്ല മറ്റേ വഴി കാണിച്ചു കൊടുത്ത പരിപാടി പണ്ട് നമ്മൾ എഴുതുന്നത് ബാലരമയിലൊക്കെ. പാലത്തിന് വഴി കാണിക്കുക പരിപാടി നടത്താൻ പറ്റിയ സ്ഥലമാണ് കൊല്ലം. ഈ നാട് ഇവർ കട്ടുപിടിച്ച് ഈ നാട് മുഴുവൻ നശിപ്പിച്ച്, റോഡില്ല, മാലിന്യ പ്രശ്നം, അഷ്ടമുടിക്കായൽ. അയ്യോ, അതാണ് ഏറ്റവും വലിയ കോമഡി. അഷ്ടമുടിക്കായലിന്റെ നവീകരണമാണ് ഏറ്റവും വലിയ ചിന്ത. നമ്മൾ ഇതിനെ ന്യായീകരിക്കും, കാരണം അതൊക്കെ ഭാവിയുള്ള പുതുതലമുറ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഇവർക്ക് എപ്പോ കാശ് വേണോ അപ്പൊ ഇതെല്ലാം നവീകരിക്കും. അഴിമതി പറഞ്ഞുകൊണ്ടേയിരിക്കും, പറഞ്ഞ് ജനങ്ങൾ മാറ്റം ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ കൊല്ലത്തെ ജനങ്ങൾ കൊല്ലം ടൗൺ ഹാൾ നടത്തിയ 30 വർഷം ഭരിച്ച് ഇവിടെ കൊല്ലത്തിന് വേണ്ടിട്ട് നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. ചേട്ടാ 30 വർഷം ഒന്നും ചെയ്തില്ല നിങ്ങള്. ചേട്ടാ കല്യാണം നടത്താനുള്ള പൈസ പിന്നെ ആരുണ്ടായി കൊടുക്കും? പൈസ അഴിമതി വിളിച്ചു പറയുകയാണ് ചിന്ത. അല്ല, താങ്കൾ ഇവിടെ പറഞ്ഞത് ആരാണ് ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാനുള്ള പണം കൊടുത്തത് എന്നാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൽ. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, 1,97,00,000 രൂപയുടെ പ്രവർത്തനം വർക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്തത് അഴിമതിയാണെങ്കിൽ അതിന്റെ വിവരാവകാശ രേഖ സെക്രട്ടറി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഴിമതിയാണ്. ഒരു നിമിഷം ഇപ്പോ ഈ രേഖ 6 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതേ മാതൃഭൂമി ന്യൂസിൽ ഇതേപോലെ പരിപാടി കണ്ടെത്തുമ്പോ ഇതിന് കേസ് കൊടുത്തിട്ടേ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ പരിപാടി കണ്ടെത്തുമ്പോ ഇതിന് കേസ് കൊടുത്തിട്ടേ ഞാൻ ഈ നടുവെ പിടിച്ച കിടുവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ മുന്നിൽ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഇപ്പൊ ഈ 10 വർഷം നമ്മുടെ LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എന്റെ വീടിനടുത്ത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്ന മാറ്റം എന്ന് പറയുന്നത് ആ തുണ്ടിനെ മരുന്നാക്കി തന്നത് LDF ഗവൺമെന്റാ. LDF ഗവൺമെന്റ് വീണ ജോർജ് പേര് മാറ്റി ആയുഷ് ആരോഗ്യ മന്ദിർ പേര്. ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഭരണത്തിലേക്ക് കടക്കുമ്പോൾ പ്രകടന പത്രിക മുന്നിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രകടന പത്രികയിൽ 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പറയുന്നത്. ഞാൻ പുള്ളിക്കടയിലെ കൗൺസിലർ ഹണി ബെഞ്ചമിന്റെ പ്രകടന പത്രിക സഹോദരിക്ക് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കടയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും. എവിടെയാണ് നടപ്പിലാക്കിയത്? ഇന്നും ജനങ്ങള് ശൗചാലയം പോലും നരകയാത്ര അനുഭവിക്കുക. എന്തിനു നിങ്ങൾ വ്യാജ വാഗ്ദാനം കൊടുത്തു? നരകയാത്ര അനുഭവിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ട്, ആ ജനങ്ങൾക്ക് ഒരു സൗകര്യമില്ല സഹോദരി. ആ റെയിൽവേയുടെ ഭൂമി വാങ്ങിക്കാനുള്ള കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നേ. ഞങ്ങൾ കൊണ്ടുവരാന്നേ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നുണ്ടേ, ഞങ്ങൾ കൊണ്ടുവരാം. അപ്പോ എന്റെ ചോദ്യം LDFന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി ചിന്താ ജെറോമിനോടാണ്. ഈ നേരത്തെ തൊഴിലില്ലായ്മയെ പറ്റിയും ധാരാളം തൊഴിൽ കൊടുത്തതിനെ പറ്റിയൊക്കെ വാദോരാതെ സംസാരിക്കുന്നത് കേട്ടു. ഒരു 500 പേർക്ക് 25 വർഷമായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംരംഭം ഈ കൊല്ലം കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്താ ജെറോം പറയാൻ തയ്യാറാണ്. ഇതൊരു നടക്ക് പോണ കേസല്ല. ഒരു ചോദ്യം കൂടെ. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൊല്ലം കോർപ്പറേഷനിൽ അംഗനവാടികളുടെ പ്രവർത്തനത്തിനും അതിന്റെ വികസനത്തിനുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ ഫണ്ടോ ലഭിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ, മനസ്സിലാക്കണം. സ്കിൽ ടെക് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ മേള നടത്തി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്നു. ദീപങ്ങൾ ചോദ്യം സ്പെസിഫിക് ആണ്. കൊല്ലം കോർപ്പറേഷൻ ഈ നഗരത്തിൽ നടപ്പിലാക്കിയ 500 യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന സംരംഭം അല്ല തൊഴിൽ മേള കഥയിലാണ് വെച്ചത്.
500 ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്കാണ് തൊഴിൽ കൊടുത്തത്. ആ പദ്ധതിയുടെ പേരാണ് സ്കിൽടെക് ദീപങ്ങൾ. ഈ രണ്ട് പദ്ധതി ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നെ സ്വന്തമായി അത് മനസ്സിലാക്കണം. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ പുള്ളിക്കടയിൽ താമസിക്കുന്ന നിവാസിയാണ്. എനിക്ക് അവിടെ ഒരു വികസനവും കണ്ടിട്ടില്ല. ഇന്നും ഇരുട്ടിന്റെ മറവിലാണ് സ്ത്രീകൾ പോയിട്ട് ബാത്റൂം സൗകര്യം ചെയ്തത്. പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തി. അല്ലാതെ വേറെ അവിടെ ഒന്നും കെട്ടിക്കൊണ്ടിട്ടില്ല. നിങ്ങൾക്കൊന്നും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ വിഷമം മനസ്സിലാവില്ല. ബാത്റൂം തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. ശാന്തി നഗറിൽ നിന്നും ശാന്തി നഗറിൽ നിന്നും പാമ്പഴഞ്ഞ് പുള്ളിക്കടയിലേക്ക് മതിൽ വഴി കയറുന്നു പരാതി കൊടുത്തത് ഞാനാ. എന്റെ പേരിലാണ്, ബിജു ആൽഫ്രഡ് എന്ന പേരിലാണ് കൊടുത്തത്. അത് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുകയാണ് ഹണി ബെഞ്ചമിൻ മാഡം. മാഡം പറയാണ്, മാഡം പറഞ്ഞിട്ടാണ് ആ മരങ്ങളെല്ലാം വെട്ടി അവർക്കുള്ള സൗകര്യം ചളമായെന്നാ തോന്നുന്നു. ആ പരാതി കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അവിടെ പുള്ളിക്കട നിവാസിയാണ്. ഒരു വികസനം മുഴുവൻ ഇങ്ങനെയാണോ? ഒരു പണിയെടുക്കല ബാക്കി ആൾക്കാരെ മുഴുവൻ പരമാവധി ഉപയോഗിച്ച് കൗൺസിലർ ശ്രീമതി ഹണിയും മുൻ മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റും ഏറ്റവും വ്യക്തമായി ഇടപെട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നിർത്ത്.